അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് സൂറത്തുൽ ഫാത്തിഹ മുഴുവനായി പഠിക്കും. നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ റഹ്മാനും റഹീമുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗം ആളുകളെക്കുറിച്ച് ശക്തമായ രൂപത്തിൽ താക്കീത് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പലിശ വാങ്ങുന്നവനെ കുറിച്ച് പറയുന്നുണ്ട്, വ്യഭിചരിക്കുന്നവനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് തിന്മകൾ ചെയ്യുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും പ്രയോഗിക്കാത്ത ശക്തമായ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവകരമായി സംസാരിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവരെ കുറിച്ചാണ്. فما لهم عن التذكرة معرضين كأنهم حمر مستنفرة فرت من قسورة. എന്ത് പറ്റിയ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ അവരിലേക്ക് അവതരിപ്പിച്ച് നൽകിയിട്ട് അവരുടെ ജീവിതത്തിനുള്ള ശാന്തിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അനുഗ്രഹമായി നൽകിയിട്ട് ഫമാ ലഹും അനി തദ്കിറത്തി മുഅ്രിദീൻ, എന്തേ അവർ ഖുർആന് വേണ്ടെന്ന് വെക്കുന്നു. കഅന്നഹും ഹുമുറും മുസ്തൻഫിറ, പേടിച്ച് വിരണ്ടോടുന്ന കഴുതകളെ പോലെയാണല്ലോ അവർ. ഫറത്ത് മിൻ ഖസ്വറ, സിംഹത്തിൽ നിന്ന് പേടി ഒളിക്കുന്ന വിരണ്ടോടുന്ന കഴുതയെപ്പോലെ എന്തേ അവരായി മാറിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തീരെയും പഠിക്കാതെ അതിന് സമയം മാറ്റിവെക്കാതെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രതിപാദിച്ചതാണ്. ഇനി പഠിച്ചതിന് ശേഷം നമ്മൾ 2 ക്ലാസ് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പഠിച്ചതിന് ശേഷം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ, അത് നമസ്കാരത്തിൽ പ്രായോഗികവൽക്കരിക്കാതെ, നമ്മൾ ഒരു മാറ്റവും ഇല്ലാതെ ക്ലാസ്സിന് മുമ്പും ശേഷവും ഒരുപോലെയുള്ള അവസ്ഥയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിച്ചിട്ട് വലൗ ശിഅ്നാ ലറഫഅനാഹു, നാം അല്ലാഹു പറയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ പഠിച്ച ഖുർആൻ കൊണ്ട് ഞാൻ അവനെ ഉയർത്തുമായിരുന്നു. ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഫിൽ അർളി, അവൻ പഠിച്ച ഖുർആൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തുമായിരുന്നു. പക്ഷേ അവൻ ഖുർആൻ വേണ്ടെന്ന് വെച്ച്, അവൻ പഠിച്ച ഖുർആൻ മാറ്റി വെച്ച്, അതൊരു ഷെൽഫിൽ മാത്രം ഒതുക്കി വെച്ച്, അതിനെ തീരെ ഗൗനിക്കാതെ, പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ദുനിയാവിൻ്റെ വൈത്താലെ പോയി, ദുനിയാവ് മതി എന്ന് പറഞ്ഞ് പോയവൻ, വത്തബഅ ഹവാഹു, സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റിയവൻ, ഫമസലുഹു കമസലിൽ കൽബി, അവൻ്റെ ഉപമ ഒരു നായയെ പോലെയാണ്. അപ്പം ഇത്രമാത്രം ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ച 2 ഉപമകൾ നമുക്ക് വേറെ കാണാൻ സാധിക്കൂല. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുർആൻ്റെ വിഷയത്തിലാണ്. ഖുർആനോട് മുഖം തിരിക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളതിനൊരു പരിഹാരമാണ് നമ്മളെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞു. ദിവസവും ദിനേന നിർബന്ധമായി നമ്മൾ 17 തവണ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ഇൻഷാ അല്ലാഹ് മുഴുവനായി നമ്മൾ പഠിച്ചു തീരും. നമ്മൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിതുവരെ പഠിച്ച ആയത്തുകൾ ഞാൻ എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം
ഒന്ന് റിവൈസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഞാൻ അർത്ഥങ്ങൾ പറയില്ലേ? ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കി. നമ്മളെങ്ങനെ അറബി അർത്ഥം വെക്കണ്ടേ? നമ്മൾ പഠിച്ച് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ് അർത്ഥം വെക്കേണ്ടത്. അപ്പോൾ നോക്കിക്കോളി, റജീം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ച അർത്ഥം? ശപിക്കപ്പെട്ട, മൽഊനായ, മർജൂമായ, അഥവാ ആട്ടി ഓടിക്കപ്പെട്ടവനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എറിഞ്ഞാട്ടിയവനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്ന് വിദൂരത്തായ, ശപിക്കപ്പെട്ടവനായ എന്നാണ്. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് ശപിക്കപ്പെട്ടവനായാന്ന് എഴുതാം. ഓക്കെ, ഷെയ്ത്താൻ, ഷെയ്ത്താൻ തന്നെ. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം എന്നാണ്, അഥവാ ഇൽ നിന്ന്, അല്ലേ? ബില്ല എന്താ അർത്ഥം? അള്ളാഹുന്ന് മാത്രമാണോ? അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട്. അഊദു എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും കൂടി, അല്ല, അഊദു എന്ന് പറയുമ്പോൾ ഞാൻ തേടുന്നു എന്ന് അർത്ഥം കിട്ടണം. ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ കാവലിനെ തേടുന്നു എന്ന് നോക്കാം. അൽജഉ, ഞാൻ അഭയം പ്രാപിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ നോക്കി, ഇനി ഇവിടുന്ന് അർത്ഥം നോക്കി, ശപിക്കപ്പെട്ടവനായ ഷൈത്താനിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ശരണം തേടുന്നു. ഇതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീമിൻ്റെ അർത്ഥം. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, ഇവൻ്റെ വസ്വാസ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ സൂറത്തു നാസിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജന്നത്തി വന്നാസ്. നോക്കി, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ലോകരുടെ രക്ഷിതാവായ, മനുഷ്യരുടെ രക്ഷിതാവായ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ശരണം തേടുന്നു. മലിക്കിന്നാസ്, അവൻ മനുഷ്യന്മാരുടെ രാജാവാണ്. ഇലാഹിന്നാസ്, മനുഷ്യന്മാരുടെ ആരാധ്യനാണ്. അപ്പോൾ അള്ളാഹിനെ 3 വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഷെയ്ത്താൻ്റെ വസ്വാസിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ 3 ക്വാളിറ്റികൾ എടുത്തു പറഞ്ഞിട്ട് ഒറ്റ സ്ഥാനത്തു നിന്നാണ് ആ സൂറത്തിൽ രക്ഷ തേടുന്നുള്ളൂ. അത് ഷെയ്ത്താൻ്റെ വസ്വാസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതാൻ നിൽക്കുമ്പോൾ, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ഷെയ്ത്താൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് നമ്മളെ നിസ്കാരത്തെ തൊട്ട്, നമ്മളെ ഖുർആനിൻ്റെ പാരായണത്തെ തൊട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ക്ലാസ് മുതലേ പറഞ്ഞാണ്, നമ്മളൊരു 10 ആളെ നമ്മളെ ചുറ്റോറെ നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ അടുത്തേക്ക് ഷെയ്ത്താൻ വരുന്ന ഈ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലും അതിന് സാധിക്കില്ല. അപ്പോൾ ഷെയ്ത്താനിൽ നിന്നുള്ള രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏക പ്രതിവിധി അള്ളാഹുവിനെ കൊണ്ടുള്ള രക്ഷയല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ സഹായം വേണം, ഷെയ്ത്താനിൽ നിന്നൊരു രക്ഷ വേണം. അതാണ് നമ്മൾ അള്ളാഹുവോട് ഈ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഫൈദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്, നീ ഖുർആൻ ഓതുന്നു എങ്കിൽ ആദ്യം ഷെയ്ത്താനിൽ നിന്ന് ശരണം തേടിക്കൊണ്ട് നീ നിൻ്റെ പാരായണം ചെയ്യണമെന്ന് അള്ളാഹ് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ഇത് മനസ്സിലാക്കി. ഇനി അടുത്തെന്താ? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. എന്താ അർത്ഥം? റഹീം എന്ന് പറഞ്ഞാൽ എന്തെയ്യുന്ന അർത്ഥം? രണ്ടർത്ഥം പഠിച്ചിരുന്നു. കരുണ നൽകുന്നവൻ, കരുണാനിധി എന്നൊക്കെ പറയില്ല, അല്ല, പിന്നെ കരുണ ചൊരിയുന്നവൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റഹ്മാൻ എന്തേക്കാരർത്ഥം? അത് നമുക്ക് പറയാം. അതും ശരിയാണ്, റഹ്മാൻ എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ്. പക്ഷെ റഹ്മാന് ഈ അർത്ഥം നമ്മൾ വെക്കുമ്പോൾ അതിന് ഉപോത്ബലമായിട്ട് അപ്പുറത്ത് നമ്മൾ അർത്ഥം വെക്കൽ കരുണ നിറഞ്ഞവൻ എന്ന അർത്ഥമാണ്. ഇപ്പോൾ ഒരു പൈസക്കാരൻ, ശ്രദ്ധിച്ചോളി, ഒരു പൈസക്കാരൻ
അയാൾക്ക് പൈസ ഉണ്ട്, പക്ഷെ അയാൾ സ്വതക്ക് കൊടുക്കൂല. ആളുകൾ ചിലർ അങ്ങനെയാണ്. അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കരുണ ഉള്ളവനാണ്. കരുണ എടുത്തൊക്കെ മാത്രമല്ല, കരുണ എന്ത് ചെയ്യും, ആളുകൾക്ക് കൊടുക്കും ചെയ്യും. ആണ് വ്യത്യാസം. ഇതാണ് മഷിയാണ് അല്ലേ? ഒന്നും പരിപാടി എനിക്കറിയില്ല. നോക്കി അപ്പോൾ കരുണ ചൊരിയുന്നവനായ, കരുണ നിറഞ്ഞവനായ അള്ളാഹുവിൻ്റെ ഇസ്മു പറഞ്ഞാൽ എന്താ? നാമം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ അർത്ഥം വെക്കുക, കരുണ ചൊരിയുന്നവനായ, കരുണ നിറഞ്ഞവനായ അള്ളാഹുവിൻ്റെ നാമത്തെ കൊണ്ട്, അതിനെ ബറക്കത്തെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഖുർആൻ പാരായണം തുടങ്ങുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഒരർത്ഥം. ഇനി റഹീം എന്നതിനും റഹ്മാൻ എന്നതിനും വേറൊരു അർത്ഥം കൂടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഹ്മാൻ എന്ന പേര് അള്ളാഹ്ക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. റഹീം എന്ന പേര് വേണമെങ്കിൽ അലിഫ്ലാം കൂടാതെ നമുക്ക് മനുഷ്യന്മാർക്ക് ഇടാം. റഹീം, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് റഹീമുമാരുണ്ടാവും. പക്ഷേ റഹ്മാൻ എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അബ്ദുർ റഹ്മാൻ എന്നിടാൻ പാടുള്ളൂ. അത് അള്ളാഹിൻ്റെ ചില നാമങ്ങൾ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞിരുന്നതാണ് ക്ലാസ്സിൽ. ഇനി നോക്കി, റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിശാലമായ അർത്ഥമാണ്. അഥവാ അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ നൽകുന്നവൻ. ഇതൊക്കെ തഫ്സീറുകളിൽ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളാണ്. റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്ക് മാത്രം പ്രത്യേകമായി കൊടുക്കുന്ന ചില കരുണ ഉണ്ട്. സ്വർഗം പോലെയുള്ള, സ്വർഗം കരുണയാണോ? അള്ളാഹിൻ്റെ കരുണയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളും സ്വർഗത്തിൽ ഓൻ ചെയ്ത നന്മ കൊണ്ട് മാത്രം സ്വർഗത്തിൽ കയറൂല. സഹാബാക്കൾ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, ഇങ്ങളും റസൂൽ അങ്ങനെയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് എന്നെ മൂടിപ്പൊതിഞ്ഞാലല്ലാതെ എനിക്ക് പോലും സ്വർഗത്തിൽ ഞാൻ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് കയറിപ്പോകാൻ പറ്റില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. സ്വഹീഹായ ഹദീസാണ്. മനസ്സിലായില്ല? അപ്പോൾ സ്വർഗം എന്നത് കരുണയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ പ്രത്യേകത, അവന് വഴിപ്പെടുന്നവർക്ക് മാത്രം പ്രത്യേകമായി കരുണ ചൊരിയുന്നവരാണ്. അവനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചൊരിയുന്നവനാണ്. അള്ളാഹിനെ തെറി പറയുന്നവർ, വിശുദ്ധ ഖുർആൻ കത്തിക്കുന്നവർ, അള്ളാഹു പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒരു വിലയും കൊടുക്കാത്ത ആളുകൾ, ഇവിടെ വായു ശ്വസിച്ച് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്. അള്ളാഹിൻ്റെ കരുണയാണല്ലോ, അള്ളാഹിൻ്റെ കരുണയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ പ്രത്യേകതയാണ് അവന് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നോക്കി, അവനെ വഴിപ്പെടുന്നവർക്ക് മാത്രം പ്രത്യേകമായ കരുണ ചൊരിയുന്നവനായ, അവനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണകൾ കൊടുക്കുന്നവനായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാനിതാ എൻ്റെ ഖുർആൻ പാരായണം തുടങ്ങുന്നു. അപ്പോൾ ഇത് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണോ? നമ്മളൊക്കെ ഓതുന്ന ഹഫ്സിൻ്റെ ഖിറാഅത്തിൽ ഇത് ഒന്നാമത്തെ ആയത്താണ്. നിങ്ങൾ ഹറമിൽ പോയിട്ട് ആരെങ്കിലും നോക്കിയെന്നോ ചുവപ്പ് ഖുർആൻ? നിങ്ങൾ 73-ാമത്തെ ഡോറ്, കിങ് ഫഹദ് എക്സ്പാൻഷൻ ഉണ്ടല്ലോ, 73-ാമത്തെ ഡോറിൻ്റെ ആയിക്കൂടെയൊക്കെ നിങ്ങൾ പോയാൽ ഈ ഹറമിൽ കുല്ലിയ നടക്കുന്ന സ്ഥലമുണ്ട്, ഞങ്ങളെ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയാൽ ഈ ചുവപ്പ് നിറത്തിലുള്ള ഖുർആൻ കിട്ടും. ചുവപ്പ് നിറത്തിലുള്ള ഖുർആൻ കാണാം. അല്ലെങ്കിൽ ജസായിരികളുണ്ടാവും, അൽജീരിയക്കാർ, അവർ ഓതി ശീലിച്ച ഒരു ഖുർആൻ ചിലപ്പോൾ പോലെ കയ്യിലുണ്ടാവും. ചിലർ ആ ഖുർആൻ ഇങ്ങനെ കൊണ്ടടക്കണതാണ്. ഓല് വർഷിൻ്റെ ഖിറാഅത്താണ് പാരായണം ചെയ്യൽ. അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ല ഒന്നാമത്തെ സൂറത്ത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും, ഇവിടെ എന്താണ് ഫാത്തിഹയിൽ ബിസ്മി ഉറക്കനെ ഓതണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാക്കും. അത് ഖിറാഅത്തുകളിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ ഓതി തുടങ്ങുമ്പോൾ അൽഹംദു തൊട്ടിട്ടാണ് ഉറക്കനെ ഓതിയിരുന്നത് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ ഉദ്ധരിച്ചു വന്നായി നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല നിങ്ങൾക്ക്? മനസ്സിലായി. ഇനി ഇത് ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. ഇനി നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അടുത്ത ആയത്ത്. എന്താ അർത്ഥം? ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹിനെ കുറിച്ച് നല്ലത് പറയാം, അതാണ് ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അള്ളാഹ് റഹ്മാനാണ് എന്ന് പറയല് ഹംദാണ്, അള്ളാഹ് റഹീമാണ് എന്ന് പറയല് ഹംദാണ്.
അള്ളാഹ് റബ്ബുൽ ആലമീനാണെന്ന് പറയൽ ഹംദാണ്. അള്ളാഹിനെ കുറിച്ച് നല്ലത് പറയുക എന്നതാണ് ഹംദ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഒരു വിവക്ഷ അതാണ്. അപ്പോൾ ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ പറയാനുള്ള സ്തുതി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ലില്ലാ, എന്താ ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിച്ചാൽ മതിയോ? ആ ലാമിന് ഇവിടെ ഒരു ലീ പ്ലസ് അള്ളയാണ് അത്. അപ്പം എന്താണ് അർത്ഥം? യെസ്, അള്ളാഹുവിന് മാത്രം എന്നുണ്ട്. ഇവിടെ സ്തുതി മാത്രമല്ല, എല്ലാ എന്നുണ്ട്, സർവ. റബ്ബ് പറഞ്ഞാൽ എന്താ? റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉടമ എന്ന് പറയും. അതിൻ്റെ വിവക്ഷ എന്താണ്? അള്ളാഹുവാണ് രാജാതിരാജൻ, അള്ളാഹുവാണ് മുദബ്ബിർ, ലോകം നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് ഇതെല്ലാം ഉണ്ടാക്കിയ ഖാലിഖായവൻ, സ്രഷ്ടാവായവൻ. അതാണ് റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടിച്ചതിനു ശേഷം അടിമകളെ പടിപടിയായി വളർത്തുന്നവനാണവൻ. നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് നമ്മളെ പടിപടിയായി വളർത്തുന്നവനാണവൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിതാവ് എന്ന് പറയും. അപ്പോൾ അതാണ് ഇതിൻ്റെ വാക്കർത്ഥമായിട്ട് നമ്മൾ പറയും. പക്ഷെ അതിൻ്റെ വിവക്ഷ എന്താണ്? അള്ളാഹുവാണ് നമ്മുടെ രാജാതിരാജൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ സ്രഷ്ടാവ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതൊക്കെ റബ്ബിൽ വരുന്ന അർത്ഥമായിട്ട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയാണ്. ആലം എന്താ? മാ സിവല്ലാ, മാ സിവൽ ബാരി, അള്ളാഹ് അല്ലാത്തതൊക്കെ ആലമാണ്. അപ്പോൾ ലോകം എന്ന് പറയും, ലോകർ. ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകർ. അപ്പോൾ എങ്ങനെ ഇനി ഇവിടുന്ന് അർത്ഥം വെക്കാം നമുക്ക്? എങ്ങനെയാണ് അർത്ഥം? ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു എല്ലാ സ്തുതികളും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു, അൽഹംദുലില്ലയും സുബ്ഹാനല്ലാഹയും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. പല ദിക്റുകളിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പോലുള്ള ദിക്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ ദിക്റിൽ സുബ്ഹാനല്ലാഹയും പറയും, അൽഹംദുലില്ലയും പറയും. എന്തിനാണത് പറയണത്? രണ്ടും രണ്ട് ലക്ഷ്യത്തിനാണ് പ്രധാനമായിട്ടും. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ പഠിച്ചേ? അള്ളാഹുക്ക് ഒരുപാട് ന്യൂനതകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പെൺമക്കളാണ് മലക്കുകളെന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, നഊദു ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല പിശുക്കനാണ് എന്ന് ജൂതന്മാർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, നഊദു ബില്ലാഹ്. ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് ജൂതന്മാർ വാദിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിൻ്റെ പുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ വാദിച്ചു. അള്ളാഹിനോട് പറയാണ്, ഇല്ല പടച്ചോനെ, നിനക്കൊരു ന്യൂനതകളുമില്ല. ആളുകൾ പറയുന്ന, നിൻ്റെ സൃഷ്ടികൾ പറയുന്ന ഒരു ന്യൂനതയും പടച്ചോനെ നിനക്കില്ല. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. അതിൽ നിന്നെല്ലാം ഞാൻ നിന്നെ മുക്തനാക്കുന്നു, നീ പരിശുദ്ധവാനാണ് പടച്ചോനെ. അതാണ് സുബ്ഹാനല്ലാഹയുടെ അർത്ഥം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നിനക്ക് ന്യൂനതകളല്ല പടച്ചോനെ, എല്ലാവിധ ക്വാളിറ്റികളും പടച്ചോനെ നിനക്കാണ്. നിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പരിപൂർണമാണ് പടച്ചോനെ. നിന്നെക്കുറിച്ച് ഞാൻ നല്ലത് പറയാണ് പടച്ചോനെ. അപ്പോൾ സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി എന്താ? അർ-റഹ്മാനിർ റഹീം. എന്താ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ എങ്ങനെ അർത്ഥം വെക്കുക? അർത്ഥം വെക്കുമ്പോൾ ബാക്കിലേക്ക് അർത്ഥം വെക്കണം. ഇത് നോക്കി, കരുണ ചൊരിയുന്നവനായ, കരുണ നിറഞ്ഞവനായ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു എല്ലാ സ്തുതികളും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിലേക്ക് മടങ്ങുന്നുണ്ട്. ഇനി അടുത്ത് നോക്കി, അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു അല്ലേ? പണ്ഡിതന്മാർ പറയാണ്, താബിഈങ്ങൾ പറയാണ്, എന്ത്? എനിക്ക് പരലോകത്തെത്തിയാൽ, മഹ്ശറിലെത്തിയാൽ ഒരു ഓപ്ഷൻ ലഭിക്കുന്നു. എന്താ? എൻ്റെ അമ്മിപ്പയും ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്യും. ഞാൻ തിരഞ്ഞെടുക്കുക എൻ്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയുക. കാരണം എൻ്റെ ഉമ്മയേക്കാൾ, എൻ്റെ ഉപ്പയേക്കാൾ എൻ്റെ വിഷയത്തിൽ എന്നോട് കരുണയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. ഒരു സ്ത്രീ ബന്ദികളാക്കി യുദ്ധം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്, യുദ്ധം കഴിഞ്ഞപ്പോൾ പലരെയും ബന്ദികളാക്കിയിട്ടുണ്ട്. ആ സ്ത്രീ തൻ്റെ കുട്ടിനെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
യുദ്ധം കഴിഞ്ഞപ്പോൾ കുട്ടീനെ കാണുന്നില്ല. കുട്ടി മരിച്ചടക്കാൻ സാധ്യതയുണ്ട്. കാരണം യുദ്ധത്തിൽ ഒരുപാട് പേര് മരണപ്പെടുമല്ലോ. അപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുട്ടിയെ ആ സ്ത്രീക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ആ കുട്ടീനെ തെരഞ്ഞിട്ട് ആ സ്ത്രീ ഇങ്ങനെ ഭ്രാന്തിയെപ്പോലെ ഇങ്ങനെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്ത്, നോക്കിക്കോളി, ആ സ്ത്രീനെ നിങ്ങൾ നോക്കിക്കോളി. കുട്ടീനെ കിട്ടിയപ്പോൾ നേരെ മാറത്തേക്ക് ചേർത്ത് വെച്ച് ആ കുട്ടിക്ക് പാൽ കൊടുത്തു സന്തോഷം കൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുട്ടിയെ കിട്ടിയപ്പോൾ ഇനി ആ സ്ത്രീ ആ കുട്ടിയെ നരകത്തിലെ ഒരു തീയിലേക്ക് വലിച്ചെറിയും നിങ്ങൾ വിചാരിക്കണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, ഒരിക്കലുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ആ സ്ത്രീക്ക് ആ കുട്ടിയോടുള്ള കരുണയേക്കാൾ നിങ്ങളോട് നിങ്ങളുടെ രക്ഷിതാവിന് കരുണയുണ്ട്. അല്ലാഹു വെറുതെ ഒരാൾ നരകത്തിൽ കിടൂല. അത്രമാത്രം തെമ്മാടിയായി നടന്നാലല്ലാതെ ഒരാൾ നരകത്തേക്ക് പോകേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു നന്മ ചെയ്താൽ അതിൻ്റെ കൂലി മിനിമം 10 ഇരട്ടിയാണ്. ഒരു തിന്മ ചെയ്താലോ 1 മാത്രമാണ് അള്ളാഹ് രേഖപ്പെടുത്തുക. പണ്ഡിതന്മാർ പറയാണ്, ഒരാളുടെ തിന്മ അയാളുടെ നന്മയേക്കാൾ അധികമാവണമെന്നുണ്ടെങ്കിൽ മിനിമം അയാൾ ചെയ്യുന്ന നന്മയുടെ 10 ഇരട്ടി തിന്മ ചെയ്യണം. അപ്പോൾ വെറുതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യൂല, ഒരാളെയും നരകത്ത് കൊള്ളൂല. നമ്മളോടൊക്കെ അതിയായി കരുണയുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് നമ്മൾ പഠിച്ചു. ഇനി മാലികി യൗമിദ്ദീൻ എന്താണ് നമ്മൾ പറഞ്ഞത്? അദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 അർത്ഥമാണ് പൊതുവെ ഉള്ളത്. മതം, 2 പ്രതിഫലം. ഇവിടെ പ്രതിഫലം എന്നാണ്. യൗമോ ദിവസം, മാലിക്കോ ഉടമസ്ഥൻ. മലിക്കി യൗമിദ്ദീനുണ്ട്, മാലിക്കി യൗമിദ്ദീനുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, വർഷീൻ്റെ ഖിറാഅത്തിൽ മലിക്കി യൗമിദ്ദീനാണ്. അപ്പോൾ നോക്കി, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ, അർത്ഥം മനസ്സിലായോ? ബാക്കിൽ നിന്ന് അർത്ഥം വെക്കണം. പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ, കരുണ ചൊരിയുന്നവനായ, കരുണ നിറഞ്ഞവനായ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു എല്ലാ സ്തുതികളും. അപ്പോൾ നോക്കി നിങ്ങൾ, ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പറഞ്ഞു, ലോകം മൊത്തം അടക്കി ഭരിക്കണവനാണ്, നമ്മളെ എല്ലാ വിഷയവും തീരുമാനിക്കുന്നവനാണ്, എല്ലാത്തിനും പരമമായ അധികാരമുള്ളവനാണ്. ഇതൊരാൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ മനസ്സിലൊരു പേടി ഉണ്ടാകും, അള്ളാഹിനെ കുറിച്ചിട്ടൊരു പേടി ഉണ്ടാകും. അപ്പോൾ അള്ളാഹ് പറയാണ് അർ റഹ്മാൻ റഹീം, എല്ലാം നിയന്ത്രിക്കുന്നവനാകട്ടെ, എല്ലാവരുടെ മേലും പരമാധികാരമുള്ളവനാകട്ടെ, അവൻ നിങ്ങളുടെ വിഷയത്തിൽ കരുണുള്ളവനാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളി, അവൻ പുറത്തരാൻ റെഡിയാണ്. അവിടെ പ്രതീക്ഷ വെച്ചോളി. മാലികി യൗമിദ്ദീൻ, അത് പ്രതീക്ഷ ഓവറാവണ്ട. മാലികി യൗമിദ്ദീൻ, അവൻ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ്. നമ്മൾ പറഞ്ഞതാണ്, അവസാന കാലഘട്ടം അഥവാ അന്ത്യനാളിൽ മഹ്ശറിലെത്തുമ്പോൾ ഓരോ പ്രവാചകന്മാർക്ക് പോലും നബിമാർക്ക് പോലും അള്ളാഹിനോട് സംസാരിക്കാൻ പോലും പേടിയേക്കാരം. നമ്മൾ സ്വഹീഹായ ഹദീസ് വായിച്ചിട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, മമ്പത്ത ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബു. ഒരാൾ നല്ല വംശാവലി പറഞ്ഞ് ഞാൻ ഇന്ന കുടുംബത്തിലാണ് എന്നൊക്കെ പറഞ്ഞ്, ഞാൻ നല്ല ദീനി തറവാട്ടിൽ ജനിച്ച ആളാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിയാൽ കാര്യമില്ല. ഓൻ നന്മ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഓനക്ക് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ കുടുംബ മഹിമ കൊണ്ട് മാത്രം ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നോക്കി നിങ്ങൾ, അപ്പോൾ അള്ളാഹ് പറയാണ്, നിങ്ങൾ എന്നിൽ പ്രതീക്ഷ വെച്ചോളി, ഞാൻ നിങ്ങളോട് കരുണയുള്ളവനാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ആ അള്ളാഹിനെ കുറിച്ചിട്ട് ആർക്കും അധികാരമില്ലാത്ത ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അവൻ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രതിഫല ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദ്യ നബിയായി 3 കൊല്ലം ഒളിഞ്ഞും തെളിഞ്ഞും പ്രബോധനം നടത്തി. 43 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേഴ്സണലി ആളുകളെ പോയി കണ്ട് പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്ന ഉറപ്പുള്ള ആളുകളെ വ്യക്തിപരമായി പോയി കണ്ടിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. 3 കൊല്ലമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, വഅൻദിർ അശീറതകൽ അഖറബീൻ. ഇല്ല റസൂൽ, ഇഞ്ഞ് പറ്റൂല, ഇഞ്ഞ് പബ്ലിക്കായി ഓപ്പണായി കുടുംബക്കാരോട് തന്നെ ആദ്യം ഈ സത്യം വിളിച്ചു പറയണം. നേരെ സഫാ കുന്നിൻ്റെ മുകളിൽ കയറി
സഫാ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? ഓരോരുത്തരുടെ പേര് വിളിച്ചു പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മോളെ പേര് വിളിച്ചു, യാ ഫാത്തിമത്ത ബിൻത മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, സലീനി മിമ്മാലി മാ ശിഅ്തി, എൻ്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് എന്ത് വേണോ എന്നോട് ചോദിച്ചോ, എനിക്ക് തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ, പരലോകത്തെത്തിയാൽ ഒരു നന്മ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് കഴിയൂലോട്ടോ ഫാത്തിമ, എനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾക്ക് പോലും അന്ന് ഉപകാരം ചെയ്യാൻ പറ്റൂല. ആ നാളിൻ്റെ ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോളിട്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിലും പറയുന്നത്. ഇതിപ്പോൾ സംഭവം മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പുതിയ ആയത്തുകളാണ്, പെട്ടെന്ന് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ആയത്ത് പണ്ഡിതന്മാർ പറയാണ്, ഖുർആനിൻ്റെ ചുരുക്കം, ഖുർആനിൻ്റെ സിറ്, ഖുർആനിൻ്റെ രഹസ്യം അത് ഫാത്തിഹയിലാണ്. ഫാത്തിഹയുടെ രഹസ്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലാണ്. അത് എന്താണത് ആണ് നമ്മളിഞ്ഞ് പഠിക്കാൻ പോകണം. ഇത് ഞാൻ ബോർഡ് വെച്ച് പഠിപ്പിക്കാൻ കാരണം ഇത് ബോർഡ് വെച്ച് പഠിപ്പിക്കേണ്ട ഒരു ആയത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും പറയാതെ പറയുന്നത്. അടുത്ത ആയത്ത് മുതൽ നമുക്ക് അവിടുന്ന് വിശദീകരിക്കാം. നോക്കി, എന്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ? ഇയ്യാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാത്രം എന്നാണ് അർത്ഥം. നഅ്ബുദു എന്താ? ഇബാദത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന. നഅ്ബുദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്നു. എന്താണ്? ഞങ്ങൾ ആരാധിക്കുന്നു. വാവ് ആൻഡ് എന്ന അർത്ഥത്തിനാണ്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും എന്ന് പറയില്ല നമ്മൾ, ചേർത്ത് പറയാൻ വേണ്ടിയിട്ട്. വ ഇയ്യാക, ഇയ്യാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാത്രം എന്നാണ്. നമ്മളിവിടെ പറഞ്ഞു. നസ്തഈനു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നസ്തഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വലബുൽ ഔനാണ്. ഇസ്തിആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വലബുൽ ഔനാണ്. ത്വലബുൽ ഔൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം തേടുക. ഔൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹായം. ഔൻ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം സഹായം എന്നാണ് അർത്ഥം. അപ്പം നസ്തഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സഹായം തേടുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറബി ഭാഷയിൽ ക്രിയ, കർത്താവ്, കർമ്മം, ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് വരിക. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവർത്തനം. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തനം ചെയ്ത ആൾ. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യപ്പെടുന്ന ആൾ. ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് എന്ന് പറയും, അറബിയിൽ മഫ്ഊൽ ബിഹി എന്ന് പറയും. ഇതാണ് ആദ്യം ക്രിയ വരും. അറബിയിൽ ഫേല് എന്ന് പറയും. രണ്ടാമത് ഫാഇൽ അഥവാ മലയാളത്തിൽ കർത്താവ്, ചെയ്ത പണി ചെയ്ത ആൾ പറയും. മൂന്നാമത്തത് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യപ്പെട്ട ആൾ. ഇങ്ങനെയാണ് വരേണ്ടത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നഅ്ബുദുക എന്നാണ് ശരിക്ക് വരേണ്ടിയിരുന്നത്. നഅ്ബുദുക, നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ. അപ്പോൾ ക ആണ് കർമ്മം. നഅ്ബുദുല ഞങ്ങളാണ് കർത്താവ്. മനസ്സിലായില്ലേ? കർത്താവ് പ്ലസ് ക്രിയയാണിത്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ചുരുക്കിയിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ പറയും. കർത്താവ് പ്ലസ് ക്രിയയാണിത്. അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ. ക്രിയ വരും, കർത്താവ് വരും, പിന്നെ കർമ്മം വരും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്?
ഇവിടെ ആദ്യം കർമ്മത്തെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവണം നിങ്ങൾക്ക്? ആദ്യം കർമ്മത്തെ കൊണ്ടുവന്നു, പിന്നെ ക്രിയയെയും കർത്താവിനെയും കൊണ്ടുവന്നു. ഇത് വെറുതെ കൊടുക്കുന്നതല്ല. ഇപ്പോൾ തഫ്സീറുകൾ ഒരുപാട് തഫ്സീറുകൾ നോക്കി. തഫ്സീർ പിന്നെ ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ തഫ്സീറുൽ ജലാലൈനി, തഫ്സീർ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെയുള്ള ഒരുപാട് പടുക്കന്മാരായ പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ നോക്കി. അപ്പോൾ അതിലൊക്കെ അവർ പറഞ്ഞ അർത്ഥം നിന്നെ മാത്രം, ഇതിലിപ്പോൾ മാത്രം എവിടുന്ന കിട്ടിയത്? മാത്രം കിട്ടാനുള്ള കാരണമാണ് കർമ്മത്തെ ക്രിയയുടെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ മാത്രം എന്ന അർത്ഥം കിട്ടും. ഇപ്പോൾ അറബി ഭാഷയിൽ അതിന് ഹസ്ർ ചെയ്ത് പറയാം. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നോക്കിങ്ങൾ, നമ്മളിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നാണ്. ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഇലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആരാധനക്കർഹൻ, അല്ലെങ്കിൽ ആരാധ്യൻ എന്നാണ്, പക്ഷെ ഇവിടെ ആരാധനക്കർഹൻ എന്നാണ്, ഭാഷാപരമായിട്ടുള്ളതാണ്. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ അള്ളാഹുവിനെ. നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? നമ്മൾ പറയുമ്പോൾ അള്ളാഹു മാത്രം ആരാധനയുള്ളൂ എന്നുള്ളതാണ് മലയാളത്തിലെ പ്രയോഗം, ശരിയല്ലേ? പക്ഷെ അറബി ഭാഷയിൽ അങ്ങനെയല്ല. ഒന്നുകൂടി ഒരു കാര്യത്തെ ഒരാളിലേക്ക് മാത്രം ഒതുക്കി പറയാൻ പല രൂപത്തിൽ ഭാഷയിൽ പ്രയോഗങ്ങളുണ്ട്. അതിലൊരു പ്രയോഗമാണ് ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. മലയാളത്തിൽ അങ്ങനെ സാധാരണ നമ്മൾ സംസാരത്തിൽ പറയാറില്ല. ആദ്യം എന്ത് ചെയ്തു? എല്ലാത്തിനും നിഷേധിച്ചു, ഒരു ആരാധ്യന്മാരും ഇല്ല എന്ന് പറഞ്ഞു. ശേഷമാണ് ആരാധനക്കർഹൻ ഒരാൾ മാത്രമായ അള്ളാഹുവിലേക്ക് ഇത് സ്ഥാപിച്ചു കൊടുത്തത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനുള്ളൂ എന്ന അർത്ഥം കിട്ടണം. അതിന് അള്ളാഹ് എന്താ ആദ്യം ചെയ്തത്? ഒരാളും ആരാധനക്കർഹനായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അള്ളാഹു മാത്രം, അള്ളാഹു അല്ലാതെ എന്ന് പറഞ്ഞു. ഇത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഹസ്ർ ചെയ്യാൻ ഇന്നമ ഉപയോഗിക്കും. ഇന്നമ വെച്ചിട്ട് ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലൈബും വലഹ്വുൻ വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇന്നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്നർത്ഥം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അറബി ഭാഷയിൽ ഒരു കാര്യത്തെ ഒരാളിലേക്ക് മാത്രം ഒതുക്കി പറയുവാൻ ഒരുപാട് പ്രയോഗ രീതികളുണ്ട്. അതിൽ പെട്ട ഒരു രീതിയാണെന്ത്? ഭാഷാപരമായ രീതിയാണെന്ത്? കർമ്മത്തെ ക്രിയയുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ക്രിയയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രം എന്നർത്ഥം കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വെക്കുക? നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക്ക, നിന്നെ മാത്രം. മനസ്സിലായോ? അപ്പോൾ ഇയ്യാക്ക, നിന്നെ മാത്രം, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥം വരും. ഇനി വ ആരാധിക്കുകയും, വ ഇയ്യാക്ക എന്താ? നിന്നെ മാത്രം, നസ്തഈനു, നിന്നോട് മാത്രം ഞങ്ങൾ ഇസ്തിആനത്ത് നടത്തുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, ഇതിന് ഈ ആയത്തിനെ വിശദീകരിച്ച് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും. കാരണം എന്താണ് ഇബാദത്ത് പറഞ്ഞു കഴിഞ്ഞാൽ? ഇബാദത്ത് പറഞ്ഞാൽ എന്താ? ആരാധന. ഒരു കാര്യം എപ്പോഴാണ് ആരാധന ആവുക? ഒരു കാര്യം എപ്പോഴാണ് ആരാധന ആവുക? ഒരു കാര്യം ആരാധനയാകണമെങ്കിൽ അഖ്സ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ എന്നാണ് പണ്ഡിതന്മാർ പറയാം. അങ്ങേ അറ്റം ഭവ്യതയോടുകൂടി അള്ളാഹുവിന് താഴ്മയായി നമ്മൾ ചെയ്യുന്നൊരു കർമ്മമാണ് ആരാധന. അള്ളാഹിന് വഴിപ്പെടണം, കീഴ്പ്പെടണം, അള്ളാഹുവിന് കൊടുക്കേണ്ട അങ്ങേ അറ്റത്തെ മഹത്വങ്ങൾ കൊടുത്ത് അങ്ങേ അറ്റം വിനയാന്വിതനായി നമ്മൾ ചെയ്യുന്നൊരു കർമ്മമാണെന്ത്? ആരാധന. ആ ആരാധന എങ്ങനെയുള്ളതായിരിക്കണം? അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതായിരിക്കണം.
അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർലാഹു മിനൽ അഖ്വാലി വൽ അഅമാലി ദ്വാഹിറതി വൽ ബാത്തിന. ആ പണ്ഡിതന്മാർ പറഞ്ഞ താരീഫ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള വാക്കുകളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ അത് വിനയത്തോടുകൂടി അങ്ങേ അറ്റം ഭവ്യതയോടുകൂടി അള്ളാഹുവിന് അർപ്പിക്കുക. അപ്പോഴാണ് ഒരു കാര്യം ഇബാദത്തായി മാറുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഒരു നന്മ ചെയ്യുന്നു എങ്കിൽ, നമ്മളൊരു കാര്യം അള്ളാഹുവോട് ആവശ്യപ്പെടുന്നു എങ്കിൽ അങ്ങേ അറ്റം ഭവ്യത അതിലൂടെ പ്രകടമാകും. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു അള്ളാഹ് ഇഷ്ടപ്പെടുന്നതാവണം, അഥവാ അള്ളാഹ് പഠിപ്പിച്ച കാര്യമാവണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാവണം. നമ്മൾ സുബഹി ഒരിക്കലും 3 റക്അത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, നല്ല കാര്യമല്ലേ, പക്ഷെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹ് തൃപ്തിപ്പെട്ടത് സുബഹി 2 റക്അത്താണ്, അള്ളാഹ് പഠിപ്പിച്ചത് 2 റക്അത്താണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങേ അറ്റം താഴ്മയോടുകൂടി നമ്മൾ ചെയ്യുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെയാണ് ആരാധന എന്ന് പറയാം. അപ്പോൾ നോക്കി നിങ്ങൾ, ഇയ്യാക നഅ്ബുദു, അങ്ങനെയുള്ള ആരാധന പടച്ചോനെ നിനക്ക് മാത്രമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. അതോടൊപ്പം ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സഹായം തേടുന്നു. അപ്പോൾ ഇവിടെ ഒരാൾക്ക് സംശയം തോന്നും, എന്ത് സഹായം തേടുക എന്നത് ആരാധനയിൽപ്പെട്ടതാണല്ലോ, പിന്നെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്? പണ്ഡിതന്മാർ 2 മറുപടികളാണ് ഇതിന് പറഞ്ഞത്. ഒന്നാമത്തെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫാത്തിഹയുടെ പ്രത്യേകത, വലഖദ് ആതൈനാക, ശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അളീം. പ്രവാചകരെ, ഞാൻ നിങ്ങൾക്ക് തുടർച്ചയായി നിങ്ങൾ ഓതുന്ന 7 വചനങ്ങളും അഥവാ സൂറത്തുൽ ഫാത്തിഹയും വൽ ഖുർആനൽ അളീം, മഹത്തരമായ ഖുർആനിനെയും ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നു. ഖുർആനിൽ പെട്ടതല്ലേ ഫാത്തിഹ? അതെന്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറഞ്ഞത്? ഖുർആൻ പറയുന്നതോടൊപ്പം സൂറത്തുൽ ഫാത്തിഹയെ പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം എന്താ? അതിൽ പെട്ടതായിട്ട് കൂടി. മറ്റൊരു സൂറത്തിനും ഇല്ലാത്ത പ്രത്യേകതകൾ എന്തിനുണ്ട്? സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹ് എടുത്തു പറയാൻ കാരണം ഇയ്യാക നഅ്ബുദു, പടച്ചോനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, ആ ആരാധനയിൽപ്പെട്ട ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മമായ സഹായതേട്ടം പടച്ചോനെ നിനക്ക് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. മനസ്സിലായോ? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതോടൊപ്പം പടച്ചോനെ ആ ആരാധനയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായി നീ പരിചയപ്പെടുത്തിയ പ്രാർത്ഥന, സഹായതേട്ടം പടച്ചോനെ നിനക്ക് മാത്രമാണ് ഞങ്ങൾ അർപ്പിക്കുന്നത്. അതാണ് ഒന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത് രണ്ടാമത് എടുത്തു പറഞ്ഞതെന്നുള്ളത്. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞൊരു മറുപടി, അള്ളാഹനെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ഒരു സഹായം വേണം. ശരിയല്ലേ? അള്ളാഹനെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൗഫീഖ് അള്ളാഹുവാണ് നൽകേണ്ടത്, വേറൊരാൾക്കും നൽകാൻ സാധിക്കൂല. അപ്പോൾ അള്ളാഹിനോട് ആ തൗഫീഖിനെ ചോദിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു, പടച്ചോനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. പടച്ചോനെ നിന്നെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ സഹായം വന്നെത്തിയാലല്ലാതെ വേണ്ട രൂപത്തിൽ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കൂല പടച്ചോനെ. അതുകൊണ്ട് നിന്നെ മാത്രം ആരാധിക്കുവാനുള്ളൊരു തൗഫീഖ് പടച്ചോനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇതിൻ്റെ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇയ്യാക, നിന്നെ മാത്രം, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും, ഇയ്യാക നിന്നെ മാത്രം, നിന്നോട് മാത്രം, നസ്തഈൻ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലിങ്ങനെ വരും, എന്ത്, നമ്മൾ മനുഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചോദിക്കുമല്ലോ. എന്തെങ്കിലും നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? കടം വാങ്ങും. കടം വാങ്ങലൊരു സഹായമാണല്ലോ. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറയാണ്, ഇബാദത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സഹായതേട്ടങ്ങളുണ്ട്. ഇബാദത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സഹായതേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വർഗപ്രവേശനം, നരകത്തിൽ നിന്നുള്ള മോചനം, സന്മാർഗം കൊടുക്കുക, മഴ പെയ്യിപ്പിക്കുക, സൃഷ്ടിക്കുക, മരിപ്പിക്കുക, ഇങ്ങനെ അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
ആ കാര്യങ്ങളെ തൊട്ടുള്ള സഹായതേട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ സഹായതേട്ടം ഈ ആയത്തിൽ ഉദ്ദേശമല്ല. എന്തുകൊണ്ട് അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വതആവനു അലൽ ബിർരി വത്തഖ്വ. പണ്ഡിതന്മാർ പറയാണ് വത്തഖ്വ, നിങ്ങൾ നന്മയുടെയും പുണ്യത്തിൻ്റെയും തഖ്വയുടെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? സഹായിക്കണം, സഹകരിക്കണം. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. പക്ഷേ ഈ ഒരു സഹായതേട്ടമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിനോടുള്ള ഒരു ആരാധനയാണല്ലോ ഇവിടെ പറയണത്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധനയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട സഹായതേട്ടമാകണമല്ലോ ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. പണ്ഡിതന്മാർ പറയാണ് ഇവിടെയുള്ള സഹായതേട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന് മാത്രം നമ്മൾ വകവെച്ച് കൊടുക്കേണ്ട സഹായതേട്ടമാണ്. ഇതേ സഹായതേട്ടത്തെക്കുറിച്ചാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിളിച്ചു. ചെറിയ കുട്ടിയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ഗുലാം, അല്ലയോ കുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, അനക്ക് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാ, നീ അള്ളാഹനെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇഹ്ഫദുക, അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് നിനക്ക് സംരക്ഷകനായി നിൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. ഇഹ്ഫദില്ലാ, നീ അള്ളാഹനെ സൂക്ഷിക്കണം. തജിദ്ഹു തുജാഹക, നീ അള്ളാഹനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ കൺമുന്നിൽ നിനക്ക് സഹായിയായി, ഏതൊരു ഘട്ടത്തിലും താങ്ങായി തണലായി നിൻ്റെ റബ്ബിനെ നിനക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുന്നു എങ്കിൽ നിൻ്റെ റബ്ബിനോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം അഭ്യർത്ഥിക്കുന്നു എങ്കിൽ നിൻ്റെ റബ്ബിനോട് മാത്രം നീ സഹായം അഭ്യർത്ഥിക്കുക. എന്തേ കാരണം? വഅലം, നീ അറിയണം, ഇന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ദുനിയാവിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നിനക്ക് വേണ്ടി ഒരു നന്മ ചെയ്തു തരാൻ അവർ തീരുമാനിച്ചു. പക്ഷെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മ അള്ളാഹ് നിനക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിച്ചോ? അള്ളാഹ് രേഖപ്പെടുത്താത്ത ഒരു നന്മ ദുനിയാവിലെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും, മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരൊക്കെ ഒരുമിച്ച് കൂടിയാലും നിനക്ക് അള്ളാഹ് രേഖപ്പെടുത്താത്തൊരു നന്മ നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല. വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. മോനെ നീ അറിയണം, ചെറിയ കുട്ടിനോട് പറയണം, മോനെ നീ അറിയണം, ദുനിയാവിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ ഒരു തീരുമാനിച്ചു. അള്ളാഹ് രേഖപ്പെടുത്താത്ത ഒരു ഉപദ്രവം അവർക്ക് വരുത്തി വെക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അള്ളാഹിനോട് മാത്രം സഹായം തേടണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് ഇഷ്കാലുകൾ ഉണ്ടാവും ഈ ആയത്തിന് തൊട്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശദീകരിച്ചത്. നോക്കിങ്ങളെ, ഇയ്യാക നഅ്ബുദു എന്താ അർത്ഥം? പറഞ്ഞോളെ. ഇയ്യാക, നിന്നെ മാത്രം, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും, ഇയ്യാക നിന്നോട് മാത്രം, നസ്തഈൻ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇത് നമ്മളണ്ട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വാക്കുണ്ട്, ഹാദാ ബൈനി വബൈന അബ്ദി. ഇത് നമ്മൾ നമസ്കാരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് പറയും, ഹാദാ ബൈനി വബൈന അബ്ദി, ഇതാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറ്. ഇത് എനിക്ക് ഓനെ ഉറപ്പെന്നതാണ്. എന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, എന്നോട് മാത്രമേ സഹായം തേടുള്ളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇനി അവൻ എന്താണോ ചോദിക്കാനുള്ളത് ഓൻ ചോദിച്ചോട്ടെ, ഞാൻ അവനക്ക് കൊടുക്കാം. അപ്പോൾ നോക്കി നിങ്ങൾ, സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു പ്രാർത്ഥനയാണ്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാർത്ഥന. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കൽ? നേരാണ്ട് പോയിട്ട് അള്ളാഹിനോട് കാര്യമായിട്ട് പറയും. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മളെന്താ പഠിച്ചത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവാണ് പടച്ചോനെ, നിനക്ക് എല്ലാ സ്തുതികളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അർ-റഹ്മാനിർ റഹീം, അള്ളാഹിൻ്റെ പേരുകളാണ്. നീ പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ്. അള്ളാഹിനെ പുകഴ്ത്തി, അള്ളാഹിൻ്റെ പേരുകൾ പറഞ്ഞു. മാലിക് യൗമിദ്ദീൻ, ആർക്കും അധികാരമില്ലാത്ത ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് പടച്ചോനെ നീ, അള്ളാഹിനെ പുകഴ്ത്തി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹും അവനും തമ്മിലുള്ള കരാറ് ഓനോൻ്റെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ചെയ്യൂല പടച്ചോനെ.
എന്നിട്ട് പറയണേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നേരിൻ്റെ മാർഗത്തിൽ നീ വഴി നടത്തണമേ. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള പഠിപ്പിച്ചു തരാണ്. അള്ളാഹിനെ പുകഴ്ത്തി, അള്ളാഹിൻ്റെ പേരുകൾ എടുത്തു പറഞ്ഞ്, അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമ്മളെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നൽകുമെന്ന് നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. മനസ്സിലായില്ലേ ഈ ആയത്തിൻ്റെ അർത്ഥം? ഇയ്യാക നഅ്ബുദു, പടച്ചോനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകളുടെ അർത്ഥം നമുക്ക് കൂടി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നോക്കി നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാർ. വലി അബ്ദി മാ സഅൽ, ഇനി എൻ്റെ അടിമ എന്താണോ എന്നോട് ചോദിക്കുന്നത് അത് ഞാൻ അവന് നൽകും. അടിമയ്ക്ക് ഇനി എന്താണോ ചോദിക്കാനുള്ളത് അത് ഞാൻ അവന് നൽകുമെന്നെന്ത് ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിത് പറയുമ്പോൾ മറുപടി പറയുന്നതാണ്. അപ്പം നമ്മൾ പറയും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന നീ ഞങ്ങളെ വഴി നടത്തേണമേ. എന്താ അതിൻ്റെ ഒരു അർത്ഥം നോക്കി നിങ്ങൾ? അള്ളാഹിനെക്കുറിച്ചൊക്കെ പുകഴ്ത്തി പറഞ്ഞ്, അള്ളാഹിൻ്റെ പേരുകൾ എടുത്തു പറഞ്ഞ്, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പറയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന പടച്ചോനെ നീ ഞങ്ങളെ വഴി നടത്തേണമേ. അസ്സിറാത്ത, സിറാത്ത് പറഞ്ഞാൽ എന്താ? സിറാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. അൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് പടച്ചോനെ നീ ഞങ്ങളെ വഴി നടത്തേണമേ. അള്ള വഴി നടത്തിയാലല്ലാതെ നേരായ വഴിയിലേക്ക് എത്തൂല. എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല പൂതിണ്ടായിരുന്നു ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് കാണാൻ. അതാരാ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയാണ് അബൂ ത്വാലിബ്. ഇസ്ലാമിന് വേണ്ടി ഒരു മുസ്ലിം ചെയ്യുന്നതിനേക്കാൾ സേവനങ്ങൾ ചെയ്ത മഹാനായിരുന്നു ആര്? അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയാണ്. 40 വർഷത്തിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വളരെ നല്ല രൂപത്തിൽ പ്രവാചകനായതിനു ശേഷവും ഇസ്ലാം ആളുകളുടെ മുന്നിൽ ധൈര്യമായി പറയുവാനുള്ള അവസരം അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുക്കി കൊടുത്തു. അവിടെ മനസ്സിൽ നല്ല പൂതി ഉണ്ടായിരുന്നു. എന്താ പൂതി അറിയോ? എൻ്റെ മൂത്താപ്പൊന്ന് ഇസ്ലാം സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മൂത്താപ്പ മരിക്കാൻ കിടക്കണം. ഫലമ്മ ഹദറത്തിൽ വഫാത്തുലി അബീ ത്വാലിബ്, അബൂ ത്വാലിബിന് മരണം ആസന്നമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിൻ്റെ അടുക്കലേക്ക് പോയി. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ പൊന്നാര മൂത്താപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറയണം. കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, നിങ്ങൾ നാവുകൊണ്ടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാക്ഷിയാകാൻ ഞാൻ ഒരുക്കാണ്. നിങ്ങൾ പറഞ്ഞിക്കണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിക്കണെന്ന് എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ പറയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിലുള്ള അബൂ ത്വാലിബിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് 2 വ്യക്തികളുണ്ടായിരുന്നു. ഒന്ന് അബൂ ജഹലാണ്, 2 അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ. രണ്ടാളും ഖുറൈശി തറവാട്ടുകാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും മൂത്താപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അപ്പോൾ ഇവർ രണ്ടാളും എന്ത് പറയുന്ന അറിയോ? അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ് ഇപ്പം ഈ മരിക്കണ നേരത്ത് എൻ്റെ ഉപ്പാൻ്റെ പാതയായ അബ്ദുൽ മുത്തലിബിൻ്റെ പാത വേണ്ടാന്ന് വെക്കുകയാണോ ചെയ്യ്? വേറെ മതത്തേക്ക് പോവുകയാണോ ചെയ്യ് എന്ന് മരണക്കിടക്കയിൽ വെച്ച് അബൂ ത്വാലിബിനെ തിരിപ്പിച്ചു. ആര്? അബൂജഹലും അബ്ദുല്ലാഹിബിനും അബി ഉമയ്യയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലില്ല. അബൂ ത്വാലിബിന് അറിയാമായിരുന്നു ഏറ്റവും സത്യമായ ദീന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇസ്ലാമാണ് എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. പക്ഷെ പറഞ്ഞില്ല, പ്രഖ്യാപിച്ചില്ല. പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിയായി ആഗ്രഹിച്ചു. അപ്പോൾ അള്ളാഹ് ആയത്തിറക്കി ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, നിങ്ങൾ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഹിദായത്ത് കിട്ടൂല.
വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യും? അല്ലാഹ് സന്മാർഗം കൊടുക്കും. കാര്യങ്ങൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഓനക്ക് വിശ്വസിക്കുവാനുള്ള തൗഫീഖ് നൽകണമോ എന്ന് അല്ലാഹ് തീരുമാനിക്കും. എന്തുണ്ടായത്? അബൂ ത്വാലിബ്, എല്ലാവരും മനസ്സിലാക്കണം, അബൂ ത്വാലിബ് വഫാത്തായി പോയി. അബൂ ത്വാലിബിന് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അള്ളാഹു കൊടുക്കുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാലം മുന്നോട്ട് പോയി. ഫത്ഹ് മക്കയുടെ മക്ക വിജയത്തിൻ്റെ സന്ദർഭം. അന്നൊരാൾ ഇസ്ലാം സ്വീകരിക്കാമെന്ന് ആരും അറിയോ? അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ. അന്ന് അബൂ ത്വാലിബിനെ തിരിപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്ന് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി മാറി. നോക്കി നിങ്ങൾ, 40 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊന്നുപോലെ വളർത്തിയ, 10 കൊല്ലത്തിലേറെ ഇസ്ലാമിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത, ഇസ്ലാം പഠിപ്പിക്കാൻ, ഇസ്ലാം ഒരാളുടെ മുന്നിൽ ധൈര്യത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയുവാൻ 10 കൊല്ലത്തോളം അവസരം നൽകിയ അബൂ ത്വാലിബിന് കൊടുക്കാത്ത ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചത് അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യക്കാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ, അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ നിനക്കേ സാധിക്കുള്ളൂ, നീ ഉദ്ദേശിച്ചാൽ മാത്രമേ ഞാൻ ഇസ്ലാമിൽ തുടർന്നു പോവുള്ളൂ. പടച്ചോനെ, ഞാനൊരു മുസ്ലിമായി ജീവിക്കുവാൻ, ഞാൻ മുസ്ലിമായി മരണപ്പെടുവാൻ പടച്ചോനെ നിന്റെ സഹായം കൊണ്ടല്ലാതെ എനിക്കതിന് സാധിക്കൂല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് പടച്ചോനെ നീ എന്നെ വഴി നടത്തണമേ. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുസ്ലിം ആവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. എത്ര നല്ല ആളായിക്കോട്ടെ, എത്ര പണമുള്ള ആളായിക്കോട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു കുടുംബക്കാരനുണ്ടായിരുന്നു. മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിക്കുകയാണ്, ആ കുടുംബക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നതിന് മുമ്പ് വഫാത്തായ ആളാണ്. അദ്ദേഹം കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, പാവങ്ങളെ കണക്കില്ലാതെ സഹായിക്കുന്ന ആളാണ്. വയഫ്അലു കദാ വകദാ, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പരലോകത്തെത്തി എന്തെങ്കിലും ഉപകരിക്കുമെന്ന് ചോദിച്ചു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ പോലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാത്ത ആൾക്ക് അതുണ്ടാവൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾക്ക് എത്ര തന്നെ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും മുസ്ലിം ആകുവാനുള്ള അനുഗ്രഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറൊന്നില്ല. ആ അനുഗ്രഹമാണ് ഫാത്തിഹയിൽ. നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമുക്ക് ഫാത്തിഹയിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ചേർക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നിർബന്ധമായും 17 തവണ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന അള്ളാഹ് സെലക്ട് ചെയ്ത് തന്നു. കാരണം എന്താ? ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ഗൗരവമുണ്ട്. എല്ലാവിധ നന്മകളുടെയും ഉറവിടം ആ പ്രാർത്ഥനയിലാണ്. അപ്പോൾ അള്ളാഹിനോട് പറയാണ്, അള്ളാഹിനെ നന്നായി പുകഴ്ത്തി അള്ളാഹിൻ്റെ പേരുകളൊക്കെ പറഞ്ഞ് എല്ലാ അധികാരങ്ങളും അള്ളാഹ്ക്ക് മാത്രം വകവെച്ച് കൊടുത്ത് അള്ളാഹും അവനും തമ്മിലുള്ള കരാർ എടുത്തു പറഞ്ഞ് അള്ളാഹിനോട് പറയാണ്, ഇഹ്ദിനാ, നീ ഞങ്ങളെ വഴി നടത്തേണമേ, അസ്സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ പടച്ചോനെ നീ ഞങ്ങളെ വഴി നടത്തേണമേ. അപ്പോൾ ഫാത്തിഹയുടെ അർത്ഥം നോക്കി നിങ്ങൾ, വളരെ വിശാലമായ അർത്ഥമാണ് ഫാത്തിഹയ്ക്കുള്ളത്. ശേഷം നമ്മളെന്താ ചെയ്യുന്നത്? ശേഷമുള്ള ആയത്തിൽ ഏത് മാർഗ്ഗമാണ് പടച്ചോനെ, നേരിൻ്റെ മാർഗമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ പടച്ചോനെ, നേരിൻ്റെ മാർഗത്തിൽ നീ എന്നെ വഴി നടത്തണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടല്ലോ പടച്ചോനെ. ആ നേരിൻ്റെ മാർഗം ഏതാണ് എന്നറിയോ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്ത അതൊരു പാതയാണ്, അല്ലദീന ഒരു കൂട്ടരുടെ പാതയാണ്, അൻഅംത അലൈഹിം ആ ഒരു കൂട്ടരുടെ പ്രത്യേകത അൻഅംത നീ അനുഗ്രഹിച്ചു, അലൈഹിം അവരെ നീ അനുഗ്രഹിച്ച ആളുകളുടെ പാതയാണ് പടച്ചോനെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. നേരിൻ്റെ പാതയിൽ നീ എന്നെ വഴി നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പടച്ചോനെ അത് പ്രവാചകന്മാരുടെ പാതയാണ്, അത് സിദ്ദീഖുകളുടെ പാതയാണ്, അത് ശുഹദാക്കളുടെ പാതയാണ്, അത് സ്വാലിഹീങ്ങളുടെ പാതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരുടെ പാതയാണ് അള്ളാഹുവെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് മനുഷ്യന്മാരിൽ ഏറ്റവും അഷ്റഫാരാണ്? മനുഷ്യന്മാരിൽ നിന്നല്ല, സൃഷ്ടികളിൽ തന്നെ അഷ്റഫാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് പ്രവാചകന്മാരാണല്ലോ ഏറ്റവും നല്ലത് അല്ലേ? 1.25 ലക്ഷത്തോളം വരുന്ന നബിമാരുണ്ട്. 1.25 ലക്ഷത്തോളം വരുന്ന നബിമാർ, അതിൽ 300 ചില്ലറ ആളുകൾ റസൂലുമാരാണ്, ദൂതന്മാരാണ്. ആ 300 ചില്ലറ ആളുകളിൽ 5 പേർ ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് നബിമാർ. ഈ നബിമാർ സഞ്ചരിച്ച പാത ഉണ്ടല്ലോ പടച്ചോനെ, ആ പാതയാണ് എനിക്ക് വേണ്ടത്. വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ ഔലിയാക്കൾ നടന്ന പാതയാണ് പടച്ചോനെ എനിക്ക് ആവശ്യം. വ ഉമ്മുഹു സിദ്ദീഖ, ഇസ്ലാമിൽ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരു വനിതയേ ഉള്ളൂ, അത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തിയത് സിദ്ദീഖത്താണെന്ന് പറഞ്ഞത്, മഹദി സിദ്ദീഖത്താണ് റളിയല്ലാഹു അൻഹ. എനിക്ക് വേണ്ടത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയാണ് പടച്ചോനെ. അവരൊക്കെ ഏത് റൂട്ടിൽ സഞ്ചരിച്ചോ ആ റൂട്ടിൽ പടച്ചോനെ നീ എന്നെ വഴി നടത്തണമേ. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പാതയാണ് പടച്ചോനെ എനിക്ക് ആവശ്യം. ശുഹദാക്കൾ, രക്തസാക്ഷികൾ, ദീനിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ആളുകൾ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ സ്വഹാബാക്കൾ, ഓല പാതയാണ് പടച്ചോനെ എനിക്കാവശ്യം. വസ്സാലിഹീൻ, സദ്വൃത്തരായ ഒരുപാട് ഔലിയാക്കൾ ഇവിടെ നടന്നു പോയിട്ടുണ്ട് പടച്ചോനെ. അവർ ഏത് മാർഗത്തിലാണോ ജീവിച്ച് കാണിച്ചെന്നത് ആ മാർഗത്തിൽ, ആ വഴിയിൽ പടച്ചോനെ നീ എന്നെ വഴി നടത്തേണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, പടച്ചോനെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നീ എന്നെ വഴി നടത്തേണമേ. എന്നിട്ട് അള്ളാഹിനോട് പറയാണ്, 2 വഴി പടച്ചോൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ചോദിച്ചത് നിന്നോട് പ്രവാചകന്മാരുടെ വഴിയാണ്. ഇനി എനിക്ക് 2 വിഭാഗം ആളുകളുടെ വഴി എനിക്ക് താല്പര്യമില്ല പടച്ചോനെ. അതാരതൊക്കെയാണ്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപത്തിനിരയായ ആളുകളുടെ വഴി പടച്ചോനെ എനിക്ക് ആവശ്യമില്ല. നീ പിഴച്ചവരെന്ന് മുദ്ര കുത്തിയ ആളുകളുടെ വഴി പടച്ചോനെ നീ എനിക്ക് ആവശ്യമില്ല. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മഗ്ദൂബി അലൈഹിം എന്ന് അവിടെ പറഞ്ഞത് ജൂതന്മാരെ കുറിച്ചാണ്. എന്താണ് ജൂതന്മാരെ പ്രശ്നം? അള്ളാഹിൻ്റെ കോപത്തിന് ഇരയായവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ ഓൽക്ക് കൊടുത്തു. ജൂതന്മാരുടെ പ്രത്യേകത എന്താ അറിയോ? ഓലെ പ്രശ്നം എന്താണ് അവർക്ക് അള്ളാഹുവിൻ്റെ കോപം കിട്ടാനുള്ള കാരണം എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ ജൂതന്മാർക്ക് കൊടുത്തു. അറിവുകൾ നന്നായി ഉണ്ടായിരുന്നു, പക്ഷേ ജീവിതത്തിൽ അതൊന്നും പ്രാവർത്തികമാക്കിയില്ല. അള്ളാഹിൻ്റെ കോപം കിട്ടാൻ അത് കാരണമായി. ശനിയാഴ്ച ദിവസത്തോട് മീൻ പിടിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു ജൂതന്മാരോട്. സബത്തിന്റെ നാളിൽ അഥവാ ശനിയാഴ്ച നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് ഒരു പരീക്ഷണം കൊടുത്തു. എന്താ അറിയോ? ആഴ്ചയിൽ 6 ദിവസം ഇല്ലാത്ത മീൻ ശനിയാഴ്ച ഉണ്ടാവും. മീൻ ഇങ്ങനെ സമുദ്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും. സമുദ്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. 6 ദിവസം, ശനിയല്ലാത്ത വേറെ ഏത് ദിവസം പോലും മീൻ പിടിക്കാൻ പോയാലും ഒന്നുമില്ലാതെ തിരിച്ചു വരും. എന്നാൽ ശനിയാഴ്ച ദിവസം എന്ത് ചെയ്തു? ഓലിങ്ങനെ കണ്ണിലിങ്ങനെ കാണുകയാണ് മീനിങ്ങനെ സമുദ്രത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നത്. അപ്പോൾ ഓലെന്ത് ചെയ്തു? അള്ളാഹ് വിലക്കിയിരുന്നു. അള്ളാഹിൻ്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണമാണ്. അള്ളാഹിൻ്റെ കൽപ്പന അവരനുസരിക്കുമെന്ന് അള്ളാഹ് നോക്കുകയാണ്. ഓലെന്ത് ചെയ്തു? ഓലൊരു ട്രിക്ക് ചെയ്തു. ഓലാദ്യം ചെയ്തതൊരു ചാല് കയറി. തഫ്സീറുകളിൽ പറയുന്നത് ആ മീനുകൾ ഇങ്ങനെ വന്നിട്ട് കരക്ക് വരെ അടിയുമായിരുന്നു എന്നാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ ഓലെന്ത് ചെയ്തു? ഒരു ചാല് കയറി. ചാല് കയറിയിട്ട് ചാലിങ്ങനെ കൊണ്ടുപോയി ഒരു കിണർ കുത്തി. ആ കിണറ്റിലേക്ക് എന്ത് ചെയ്തു? കണക്ട് ചെയ്ത് കൊടുത്തു. ശനിയാഴ്ച ദിവസം എന്ത് ചെയ്യും? മീനുകൾ വന്നിട്ട് ആ ചാലിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും? കിണറിലേക്ക് വീഴും, കുഴിയിലേക്ക് വീഴും. പിന്നെ ആ കുഴിയിൽ നിന്ന് മീന് മോൾക്ക് പോവോ? ഇല്ല. അപ്പോൾ ഓലോട് ചോദിച്ചാൽ ഓലെന്ത് പറയും? ഞങ്ങൾ ശനിയാഴ്ച മീൻ പിടിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷെ ഓലെന്ത് ചെയ്തു? അള്ളാഹിൻ്റെ കൽപ്പന ധിക്കരിച്ചു. ഒരു അടവ് ഒരു പയറ്റി.
അവർക്ക് അറിവുണ്ടായിരുന്നു ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല എന്ന്. ആ കൽപ്പന അവരെന്ത് ചെയ്തില്ല? ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ല. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് പബ്ലിക്കായി ഓപ്പണായി ശനിയാഴ്ച ദിവസം എന്ത് ചെയ്തു? അവർ മീൻ പിടിക്കാൻ പോയി. എന്താ അല്ലാഹ് ചെയ്തത്? കൂനു ഖിറദതൻ ഖാസിഈൻ, നിന്ദ്യരായിക്കൊണ്ട് കൊരങ്ങന്മാരായി നിങ്ങൾ മാറിക്കോളി എന്ന് പറഞ്ഞു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കിർദുകളാക്കി മാറ്റിക്കളഞ്ഞു, കൊരങ്ങന്മാരാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ നോക്കി നിങ്ങളെ, അല്ലാഹ് പറയാണ്, അള്ളാഹിനോട് നമ്മൾ പറയാണ്, അല്ലാഹുവേ നീ കോപിച്ച അറിവ് നൽകിയിട്ട് ആ അറിവിനനുസരിച്ച് ജീവിതം തിട്ടപ്പെടുത്താതെ നിന്റെ കോപത്തിനിരയായ ജൂതന്മാരുടെ വഴി പടച്ചോനെ ഞങ്ങൾക്ക് വേണ്ട പടച്ചോനെ. എനിക്ക് വേണ്ടത് നീ അനുഗ്രഹിച്ച സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരുടെയും പാതയാണ് പടച്ചോനെ നീ എനിക്ക് നൽകേണ്ടത് എന്ന് നമ്മളോട് പ്രാർത്ഥിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഇനിയോ വലദ്ദാല്ലീൻ, എന്താ അതിൻ്റെ അർത്ഥം? വഴിപിഴച്ചവർ. ആരെ വഴിപിഴച്ചവർ? അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഹുമുൻ നസാറ, ക്രിസ്ത്യാനികളാണ്. ഓലെ പ്രശ്നം എന്ത് ചെയ്യുന്നു? ഓൽക്ക് അറിവൊന്നുമില്ല, പക്ഷെ ഒരുപാട് ചെയ്യും. എന്തിനാ ഇപ്പോൾ ചെയ്യണത്? ഓൽക്ക് തന്നെ അറിയില്ല. അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളാണ് അവർ ചെയ്യുക? അല്ല, അവർ ഒരുപാട് ആരാധനകൾ ചെയ്യും, പക്ഷേ അതൊന്നും അല്ലാഹ് അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അറിവില്ലാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാം. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് പൊതുവേ ഉദ്ദേശിച്ചത് കോപത്തിനിരയായവർ എന്നതുകൊണ്ട് പൊതുവേ ഉദ്ദേശിച്ചത് ജൂതന്മാരാണ്. വഴിപിഴച്ചവർ എന്ന് അള്ളാഹു പൊതുവേ ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനികളെയാണ്. എന്നാൽ ആരുടെയെങ്കിലും സ്വഭാവം അവരെ പോലെയാണെന്നുണ്ടെങ്കിൽ അവരും അതിൽ പെടുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അറിവുണ്ടായിട്ട് പ്രവർത്തിക്കാതിരിക്കുക, അവർ ജൂതന്മാരോട് സാദൃശ്യനായവനാണ്. അറിവില്ലാതെ ഒരുപാട് അല്ലാഹ് കൽപ്പിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്ത്യാനികളോട് സാദൃശ്യപ്പെട്ടവനാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതിന് ശേഷം ന്യായത്തെ ഞാൻ എഴുതി തരാം. ഇത് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം എന്താ ചൊല്ലുക? ആമീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലേ? ഇപ്പം ഇതിലൊരു പ്രാർത്ഥനയുള്ളൂ. സൂറത്തുൽ ഫാത്തിഹയിൽ ഒറ്റ പ്രാർത്ഥനയുള്ളൂ അല്ലേ? നേരിൻ്റെ മാർഗത്തെ അള്ളാഹിനോട് ചോദിക്കാണ്. ആ പ്രാർത്ഥന പടച്ചോനെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതും കൂടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടാണ് നമ്മുടെ ഫാത്തിഹ നമ്മൾ അവസാനിപ്പിക്കാറുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അതും കൂടി എഴുതിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എത്ര? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് വരെയാണ്. ഇനി നമ്മൾ അടുത്ത ആയത്തുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ആയത്തുകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഈ അർത്ഥങ്ങൾ വരലുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. അർത്ഥങ്ങൾ ചൊല്ലി പറയാന്നുള്ളതല്ല, നമ്മൾ ഓതുമ്പോൾ എന്ത് ചെയ്യണം? ആ അർത്ഥം നമ്മുടെ ഉള്ളു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അപ്പോൾ നമ്മളെ നമസ്കാരം ഖുശൂ ഉള്ളതായി മാറും. നോക്കി അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വരെ നമ്മൾ പഠിച്ചു അല്ലേ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇതാണ് നമ്മൾ പഠിച്ചത്. എന്താ അതിൻ്റെ അർത്ഥം? ഇഹ്ദിന, നീ ഹിദായത്ത് നൽകണേന്നാണ്. നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേന്നാണ്. ഹിദായത്ത് എന്നുള്ള പറയാ, അവനക്ക് ഹിദായത്ത് ഇട്ടിട്ടില്ല അറിയും. ഹിദായത്ത് പറഞ്ഞാൽ എന്താ? സന്മാർഗം. അപ്പോൾ ഇവിടെ ഇഹ്ദിന, നീ ഞങ്ങൾക്ക് മാർഗം കാണിക്കണമേ എന്നാണ്, വഴി കാണിക്കണമേ. എങ്കിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ എന്നും ഒക്കെ പറയാം. അസ്സിറാത്ത,
പാത, അൽ മുസ്തഖീം നേരായ ചൊവ്വായ എന്നൊക്കെ പറയും. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? നേരായ മാർഗത്തിലേക്ക് പടച്ചോനെ നീ ഞങ്ങളെ വഴി നടത്തേണമേ ആണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ ഫാത്തിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ആദ്യത്തിൽ എന്താ ചെയ്ത്? അള്ളാഹിനെ ഇങ്ങോട്ട് പുകഴ്ത്തി അള്ളാഹിൻ്റെ പേരുകളൊക്കെ പറഞ്ഞ് ഒരാൾക്കും അധികാരമുള്ളവനാണ് അള്ളാഹു എന്ന് നമ്മൾ സ്ഥാപിച്ചതിന് ശേഷം അള്ളാഹു നമ്മളും തമ്മിലുള്ള കരാറെടുത്ത് പറഞ്ഞതിന് ശേഷം അള്ളാഹിനോട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. വേറൊരു പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഓപ്ഷൻ ഇല്ല. അള്ള തീരുമാനിച്ചത്, അള്ള നമ്മളെ പഠിപ്പിച്ചത് നിർബന്ധമായി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് പടച്ചോനെ നീ ഞങ്ങൾക്ക് വഴി കാണിക്കണമേ. എന്നിട്ട് അള്ളാഹിനോട് പറയണേ ഏതാണ് ഈ നേരായ വഴി? ഇത് ഇസ്ലാമാകുന്ന നേരായ പാതയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ എന്നാണ്. അതെന്തിനാ നമ്മൾ ചൊല്ലണേ? നമ്മൾ ഓൾറെഡി മുസ്ലിങ്ങളല്ലേ, അത് നമ്മൾ ചൊല്ലണേ? അത് ഞാൻ പറഞ്ഞില്ല. അതിന് നമ്മൾ ചൊല്ലണേ? പണ്ഡിതന്മാർ 2 തഫ്സീറാണ് അതിന് പറഞ്ഞത്. ഒന്നാമത്തത്, നമ്മൾ നേരിൻ്റെ പാതയിലാണ് എങ്കിലും നമ്മൾ അള്ളാഹിനോട് പറയണം നേരിൻ്റെ പാതയിൽ പടച്ചോനെ നീ എന്നെ ഉറപ്പിച്ച് നിർത്തണം. നേരിൻ്റെ പാതയിൽ നീ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തണം. ഒരു മുസ്ലിം ഇത് ചൊല്ലുമ്പോൾ അതിൻ്റെ വിവക്ഷ എന്ന് പറയുന്നത് പടച്ചോനെ നേരിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഞാൻ, എത്രയോ ആളുകൾ 10 കൊല്ലം കിതാബ് ഓതിയ ഒരാൾ നാട്ടിൽ ഇസ്ലാം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എക്സ് മുസ്ലിം ആയിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. അവസാന നാൾ വരും, അന്ന് രാവിലെ മുസ്ലിം ആയാൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് കാഫിറായിട്ടുണ്ടാകും. വൈകുന്നേരം മുസ്ലിം ആയാൾ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായിട്ടുണ്ടാകും. പണ്ഡിതന്മാർ പറഞ്ഞു അത് ഈ കാലഘട്ടമാണെന്ന്. പല മുഅസ്സിരീങ്ങളായ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്ലാം എന്ന് ഒരുപാട് പേര് ഇതുപോലെ മുർത്തദ്ദായി പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ അതാണൊന്ന്, നേരിൻ്റെ പാതയിൽ പടച്ചോനെ നീ എന്നെ ഉറപ്പിച്ച് നിർത്തണേ എന്നൊരു മുസ്ലിം പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ വിവക്ഷ വരിക. അതുപോലെ തന്നെ രണ്ടാമതൊരു വിവക്ഷ, നേരിൻ്റെ പാത എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ, ഒരുപാട് ദർജകളുണ്ട്. ഒന്ന് അമ്പിയാക്കളുടെ ദർജ, അത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. 2 സിദ്ദീഖീങ്ങളുടെ ദർജ, 3 ശുഹദാക്കളുടെ ദർജ, 4 സ്വാലിഹീങ്ങളുടെ ദർജ. ദർജ ഉണ്ടല്ലോ, ഈ ദർജ പടച്ചോനെ നീ എന്നെ വർദ്ധിപ്പിച്ച് തരണേ. അമ്പിയാക്കളുടെ ദർജ കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖീങ്ങളുടെ ദർജയാണ്. സിദ്ദീഖീങ്ങളുടെ ദർജ കഴിഞ്ഞാൽ ശുഹദാക്കളുടെ ദർജയാണ്. ശുഹദാക്കളുടെ ദർജ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ ദർജയാണ്. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യണം? ഇസ്ലാം പടച്ചോനെ നീ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഊട്ടി ഉറപ്പിച്ച് തരണേ. മനസ്സിലായല്ലേ? ആണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇനി അള്ളാഹിനോട് പറയാണ് പടച്ചോനെ ഞാൻ ചോദിച്ച വഴി ഉണ്ടല്ലോ എന്നോട്, ഇന്നൊരു വഴിയിലേക്ക് നീ വഴി നടത്തണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ വഴി ഏതാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്ത അതൊരു വഴിയാണ്. അല്ലദീന ഒരു കൂട്ടരുടെ, അൻഅംത നീ അനുഗ്രഹിച്ചു, അലൈഹിം അവരുടെ മേൽ, അഥവാ നീ അനുഗ്രഹിച്ച ഒരു കൂട്ടരുടെ വഴിയായ ഇസ്ലാമാകുന്ന നേരായ ചൊവ്വായ പാതയിലേക്ക് പടച്ചോനെ നീ ഞങ്ങൾക്ക് വഴി കാണിക്കണമേ. അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? ഇനി അവസാനത്തും കൂടി എഴുതിയാലാണ് ഇതിൻ്റെ പരിപൂർണമായ അർത്ഥമാവുള്ളൂ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ഗൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ, അല്ല എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 2 വഴികളല്ല പടച്ചോനെ, ഞാൻ നിന്നോട് ചോദിച്ച ഒറ്റ വഴിയല്ലേ, ആ വഴി ഏതാണ് എന്ന് പടച്ചോനെ ഞാൻ നിന്നോട് പറഞ്ഞു. നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്. ഇനി 2 വഴികൾ പടച്ചോനെ എനിക്ക് ആവശ്യമില്ല, അതിലേക്ക് നീ എന്നെ വഴി നടത്തരുത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ആ വഴിയുടെ പ്രത്യേകത എന്താ? അൽ മഗ്ദൂബി അലൈഹിം. അൽ മഗ്ദൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപത്തിനിരയായവർ, കോപിക്കപ്പെട്ടവർ. ഗളബ് പറഞ്ഞു കഴിഞ്ഞാൽ കോപം. മഗ്ദൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മേലാണ് കോപം വന്നു വീണത് അവരാണ് മഗ്ദൂബ്. മനസ്സിലായോ?
അപ്പോൾ കോപത്തിനിരയായവർ, അവരുടെ മേൽ അപ്പോൾ നോക്കി, കോപത്തിന് ഏതൊരു കൂട്ടരുടെ മേൽ കോപം, അള്ളാഹുവിൻ്റെ കോപം വന്ന് പതിച്ചോ അവരുടെ വഴിയല്ല പടച്ചോനെ, നേരെ മറിച്ച് നീ അനുഗ്രഹിച്ച ഒരു കൂട്ടരുടെ പാതയിലേക്ക്, അഥവാ നേരിൻ്റെ പാതയിലേക്ക് നീ എന്നെ വഴി നടത്തേണമേ. മനസ്സിലായോ? മനസ്സിലായില്ലേ? മഗ്ദൂബി അലൈഹിം. ഇനി വലദ്ദാല്ലീൻ, എനിക്ക് രണ്ടാമതൊരു വഴി വേണ്ട പടച്ചോനെ. ഒന്നാമത്തെ വഴി നമ്മൾ പറഞ്ഞു. ഇവരെ പ്രശ്നം എന്താ? ഒരുപാട് അറിവുണ്ട്, പക്ഷേ പ്രവർത്തിക്കൂല. അറിവിന് യാതൊരു കുറവില്ല, പക്ഷെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. രണ്ടാമതോ വലദ്ദാല്ലീൻ, വഴിവഴച്ചവർ, അറിവൊന്നുമില്ല പക്ഷെ കുറേ ചെയ്യും. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ. ചില ആളുകൾ ഇങ്ങനെ നാണം കാരണത്താൽ, നഷ്ടം കാരണത്താൽ തല താഴ്ത്തി വരുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല. സൂറത്തിൻ്റെ ഒക്കെ വിവക്ഷ നമ്മൾ പഠിക്കണം. ആമിലത്തുൻ നാസിബ, ഒരു നാണം കാരണത്താൽ, നിന്ദത കാരണത്താൽ തല താഴ്ത്തുന്നവരായിരിക്കും. പക്ഷേ ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ച് ഒരുപാട് നന്മകൾ ചെയ്ത് ക്ഷീണിച്ച ആളുകളേക്കാരം. ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പരലോകത്ത് വരുമ്പോൾ നിന്ദത കാരണം തല താഴ്ത്തും. തസ്ല നാറൻ ഹാമിയ, ഓലെ അള്ളാഹു ഒരുപാട് നന്മ ചെയ്തവരാണ്, ഓലെ നേരെ തീയിലേക്കിടും, നരകത്തിൽ പ്രവേശിപ്പിക്കും, ഓലെ കരിച്ചു കളയും. തുസ്കാ മിൻ ഐനിൻ ആനിയ, നരകത്തിൽ നിന്നുള്ള പാനീയങ്ങൾ അവരെ കൊണ്ട് കുടിപ്പിക്കും അല്ലാഹു. എന്താ ഓൽക്കുള്ള പ്രശ്നം? ഓല് ഒരുപാട് നന്മകൾ ചെയ്തു, പക്ഷേ ആ നന്മകൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്തില്ല. നമ്മൾ പറഞ്ഞു സുബഹി ഒരാൾ 3 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ശരിയാവോ? ഞാൻ ഓതുന്ന ഫാത്തിഹയാണ്, ഞാൻ ഓതുന്ന സ്വലാത്താണ്, ഞാൻ ഓതുന്ന അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അള്ളാഹ് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൽ പെടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കി നിങ്ങൾ, വലദ്ദാല്ലീൻ, അറിവില്ലാതെ ഒരുപാട് പ്രവർത്തിച്ച, വഴി പിഴച്ച ആളുകളുടെ വഴിയല്ല പടച്ചോനെ എനിക്ക് വേണ്ടത്. നിന്റെ കോപത്തിനിരയായവരുടെ വഴിയുമല്ല പടച്ചോനെ നീ എനിക്ക് തരേണ്ടത്. നേരെ മറിച്ച് നീ അനുഗ്രഹിച്ച ഒരു കൂട്ടരുടെ പാതയിലേക്ക്, അഥവാ നേരിൻ്റെ പാതയിലേക്ക്, ഇസ്ലാമാകുന്ന നേരിൻ്റെ പാതയിലേക്ക് പടച്ചോനെ നീ ഞങ്ങളെ വഴി നടത്തേണമേ. അപ്പോൾ നമ്മൾ എന്തു പറയും? ആമീൻ, പടച്ചോനെ ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വീകരിക്കണേ. അപ്പോൾ ഫാത്തിഹയുടെ ഒരു ആകത്തുക അർത്ഥം കിട്ടിയില്ലേ? ഇത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ നിസ്കാരത്തിൻ്റെ സമയത്ത് വരണം. 50-60 കൊല്ലം നമുക്ക് ജീവിക്കാൻ അള്ളാഹ് ആയുസ് നൽകിയിട്ട് അള്ളാഹിൻ്റെ മുന്നിൽ വരുമ്പോൾ അള്ളാഹ് ചോദിക്കാൻ, സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാതെ നമ്മളവിടെ പോയി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത് ഗൗരവമാണ്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇത് പഠിച്ചു, ഇനി ഇത് നമ്മളെ ജീവിതത്തിൽ ഇതിനനുസരിച്ചുള്ള എന്ത് ചെയ്യണം? പ്രതിഫലനങ്ങൾ ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പെടുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചു കുടുങ്ങിയ അല്ല, ഇത് നമ്മളെ പഠിച്ചത് നമ്മളെ ജീവിതത്തിൽ വേണം. പക്ഷേ അത് നമ്മൾ നന്നായി ദുആ ചെയ്യുക. നമ്മൾ പറഞ്ഞില്ല, തൗഫീഖ് നൽകുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല. അവനോട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരു എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ ഖൈറുകളല്ലാതെ വേറൊന്നും വർദ്ധിപ്പിക്കില്ല. നമ്മൾ 5 വക്ത് നിസ്കരിക്കുക, അതുപോലെ നോമ്പ് വിൽക്കുക, ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ ദിവസവും വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മളറിയാത്ത ഒരുപാട് ഖൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഏതൊരു പ്രശ്നത്തിൽ നിന്നൊരു പോം വഴി അവൻ ഒരുക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്,
നമ്മൾ വിചാരിക്കാത്ത മേഖലകളിലൂടെ അള്ളാഹു നമുക്ക് അവൻ്റെ ഉപജീവനം നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള ഹക്ക് നമ്മൾ കൊടുക്കുക, അവകാശം നമ്മൾ കൊടുക്കുക. അതിൽ നമ്മൾ മടി കാണിക്കരുത്, അതിൽ യാതൊരു കുറവും വരുത്തരുത്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ അത് മുഖേന വന്നെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞു. അൽഹംദുലില്ലാ. വളരെ ഞാൻ സത്യം പറഞ്ഞാൽ ഫാത്തിഹ അവിടെ നമ്മളെ മർക്കസിൽ പഠിപ്പിച്ചാണ്, പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചത് എൻ്റെ കുട്ടികളെ മാത്രമാണ് മദ്രസയിൽ. ഒരു 10 കുട്ടികളെ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിരുന്നു. പിന്നെ നിങ്ങളെയാണ് ഞാൻ ഫാത്തിഹ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. ഇവർക്കൊക്കെ ഇപ്പോൾ പുതിയ വേറെ വേറെ സൂറത്തുകളാണ്. ഇപ്പോൾ സൂറത്ത് ഷുറാ കഴിഞ്ഞു, അതുപോലെ തന്നെ അൻകബൂത്ത് കഴിഞ്ഞു, അഹ്സാബ് കഴിഞ്ഞു, അതുപോലെ തന്നെ ലുഖ്മാൻ കഴിഞ്ഞു, സജദ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സൂറത്ത് നംലാണ് മർക്കസിൽ തുടങ്ങിയിട്ടുള്ളത്. മർക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസാറത്തുൽ ഇസ്ലാമിൻ്റെ കീഴിൽ, ഇവിടുത്തെ മതകാര്യ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മർക്കസാണ് അസീസുകളിലെ നമ്മളെ മർക്കസ്. പക്ഷേ ആ നാടൊക്കെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഖുർആൻ ക്ലാസ്സുകളും ഒക്കെ ഉപയോഗപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മളെ ഇപ്പോഴത്തെ ഈ സമയം അതിൻ്റെ ഒരു ചെറിയൊരു ചർച്ചയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണത്തിന് പോവാം. ഈ ഒരു സമയം പലർക്കും സ്യൂട്ടല്ല എന്ന് പറയുന്നുണ്ട്. വെള്ളി എന്നൊരു സമയം പലരും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം. അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സമയം മാറ്റണതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. വ്യാഴം എന്നുള്ളത് വെള്ളിയിലേക്ക് മാറ്റാം. എല്ലാ ദിവസവും നമ്മൾ പങ്കെടുക്കണല്ലോ, അപ്പോൾ ചില ദിവസം പറ്റില്ല. നിങ്ങളേതായാലും നിങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച നടക്കട്ടെ അല്ലേ ഖലീൽക്ക? ഡോക്ടർ അത് ഇതാക്കിയിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച നടത്തിയിട്ട്